ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം മഴതോരും മുമ്പയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയോട് പറയാണ്, ഏതായാലും ഇന്ന് പുറത്തു പോകണ്ട, ഇന്ന് ഇവിടെ തന്നെ നിൽക്ക്, നമുക്ക് നാളെ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്തിനാ വരുന്നത്, അതിൻ്റെ കാര്യമുണ്ട് അച്ഛൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല നീ ഏതായാലും ഇവിടെ വിട്ട് പോവല്ലേ, ആ സമയത്ത് ഞാനും ഈ ഓർഫനേജൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മേടിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്കും അങ്ങോട്ടേക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ നീ ഇല്ലെന്ന് വിചാരിച്ച് അവർക്ക് ആ ഒരു ദുഃഖം ഉണ്ടാവുകയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ബാലചന്ദ്രനെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ തന്നെയാണ് ഈ പറയുന്നത്. ഇതിനു മുമ്പ് ഇതുവരെ എന്നോട് ഇങ്ങനൊരു സംസാരിച്ചില്ലല്ലോ, പിന്നെ എന്ത് തോന്നി? ഏതായാലും നീ പോകുന്നത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് നിൻ്റെ പ്രസൻസിൽ തന്നെ ഞാൻ അവർക്ക് വേണ്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനു വേണ്ടിയാ നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞത്. എന്താ അത് പോരെ? മതി അച്ഛാ, എങ്കിൽ പിന്നെ ഭക്ഷണം എടുത്ത് വയ്ക്കേ, ഞാനേ അങ്ങോട്ട് വന്നേക്കാം. ശരി അച്ഛാ എന്നും പറഞ്ഞ് അലീന പോകുമ്പോൾ അലീന തിരിഞ്ഞ് നോക്കിയിട്ട്, അച്ഛാ താങ്ക് യു അച്ഛാ, ഒന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞേക്കാം. അലീന ഭയങ്കര സന്തോഷത്തിൽ നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ബാലേന്ദ്രന് ഭയങ്കര സങ്കടമുണ്ട്, ടെൻഷനുണ്ട്, വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം സ്റ്റാൻലി വരികയാണല്ലോ. ഇനി സ്റ്റാൻലി അലീനയെ കണ്ട് ഇഷ്ടപ്പെട്ട് അലീനയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തൻ്റെ മകളെ തനിക്ക് നഷ്ടമാകുമോ എന്ന് ബാലചന്ദ്രനും ഭയങ്കര ടെൻഷൻ. തൻ്റെ സ്വന്തം മകളല്ലെങ്കിൽ കൂടിയും ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്ന് സ്വന്തം മകളെ പോലെയും അലീന സ്വന്തം അച്ഛനെ പോലെയൊക്കെയാണല്ലോ കരുതിയിരുന്നത്. അപ്പോൾ അലീനയെ വിട്ടുകൊടുക്കാനുള്ളൊരു മടിയും നമ്മുടെ ബാലചന്ദ്രന് നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരും എന്നും പറഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കെ നമ്മുടെ സ്റ്റാലിൻ നേരെ കളപ്പുരയ്ക്കലെത്തിയിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയൊന്ന് ആ വീട് ചുറ്റുപാടൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കയറണോ വേണ്ടയോ കാരണം വലിയൊരു ഹൃദയമിടിപ്പോട് കൂടി തന്നെയാണ് സ്റ്റാൻലി അങ്ങോട്ടേക്ക് കാറായിട്ട് കയറി ചെല്ലുന്നത്. ഭയങ്കര ഒരു ഭയമുണ്ട്. കാരണം ഇത്രയും വർഷക്കാലം തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, തനിക്കൊരു മകളുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നല്ലോ സ്റ്റാൻലി. അങ്ങനെ സ്റ്റാൻലി നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്റ്റാൻലിക്ക് ടെൻഷൻ കൂടി വരികയാണ്. അപ്പോൾ ആരാണെന്നറിയാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി കഴിഞ്ഞപ്പോഴേക്കും വന്നല്ലോ കറക്റ്റ് സമയത്ത് തന്നെ എന്ന് പറയുകയാണ്. ഞാൻ വന്നത് തെറ്റായി പോയെന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല, മകളെ കാണേണ്ടത് ഒരച്ഛൻ്റെ കടമയാണല്ലോ, നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിനകത്തേക്ക് കയറ്റുക. പക്ഷേ സ്റ്റാലിനകത്തേക്ക് കയറ്റിയെങ്കിലും ഈ ബാലേന്ദ്രന് വലിയ ഇഷ്ടമൊന്നുമില്ല. അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനാണല്ലോ സ്റ്റാലിൻ വന്നിരിക്കുന്നത്. അതും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് തൻ്റെ ഭാര്യയെ വഞ്ചിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനാണ് കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. അലീനയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ ഇതുവരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ പിടിച്ച് സഹിച്ച് ഗതികെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നപ്പോൾ എവിടെ എൻ്റെ മകളെവിടെ എന്ന് സ്റ്റാലിനെ ചോദിക്കുകയാണ്. വിളിക്കാം, വന്ന ഉടനെ തന്നെ മകളെ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സസ്പെൻസൊക്കെ വേണ്ടേ? നിങ്ങൾ ഇത്രയും വർഷത്തോളം മകളെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വൈജയെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ 22 വർഷത്തിനും ശേഷം സ്വന്തം മകളെ കണ്ണിന് നേരെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ത്രില്ലിൽ തന്നെ ഇരിക്കടോ. അപ്പോൾ ബാലേന്ദ്രൻ എന്നോട് വളരെയേറെ അരിശമുണ്ടെന്നറിയാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വൈജ ഗർഭിണിയാണെന്നുള്ളൊരു സത്യം തന്നെയായിരുന്നു. വൈജയെ അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഥകൾ മുഴുവനും ഞാൻ പറഞ്ഞു. വൈജയൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവളെ കാണാനായിട്ട് വന്നില്ല. പിന്നീട് വൈജയുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതിൽ ഞാൻ തെറ്റുകാരനല്ല എന്നും പറയണം. ശരി എൻ്റെ കുമ്പസാരമൊക്കെ അവിടെ നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മകളെ കാണണ്ടേ അലീന എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ദാ വരുന്നു അച്ഛാ എന്ന് പറഞ്ഞ് അലീന താഴത്തേക്ക് ഇറങ്ങി ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്റ്റാൻലി അലീനയെ തന്നെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും, മോളെ അതെ ഇവിടെ ഒരു വിരുന്നുകാരനുണ്ട് മോളെ, അതുകൊണ്ട് മോള് ഒരു ഗ്ലാസ് ചായ ആയിട്ട് വാ മോളെ ഇവർക്ക് കൊടുക്കാനായിട്ട്. ശരി അച്ഛാ, ഞാനിപ്പോൾ ചായ ആയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ അലീന അയാളെ കൂടുതലൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. അയാൾ ചായ എടുക്കാൻ വേണ്ടി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻലി ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ മകളെ കണ്ട ഒരു ഞെട്ടല് നിൽക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ അലീന ചായയായിട്ട് വരുന്നു. ചായയായിട്ട് വന്ന് അലീന ചായയായിട്ട് ഇങ്ങനെ അടുക്കും തോറും ഈ സ്റ്റാൻലി അലീനയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. ബാലേന്ദ്രനും അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് സാർ ചായ എന്നും പറഞ്ഞുകൊണ്ട്
അലീന കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ ചായ, ഒരു ഗ്ലാസ് ചായ എടുക്കുക. എന്നിട്ടും അലീനയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങളെന്താ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി എവിടെയോ കണ്ട് പരിചയമുള്ളൊരു മുഖം, അതുകൊണ്ടാ ഞാൻ നോക്കിയിരുന്നത്. ഇതേ എൻ്റെ മകളാ, എൻ്റെ സ്വന്തം മകള് അലീന എന്നിങ്ങനെ പറയാ. ഇത് കേട്ട സ്റ്റാൻലി ബാലചന്ദ്രനെ ഒന്ന് നോക്കുക. ഒന്നും അടിപതറി നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അലീന ഈ സ്റ്റാൻലിയെ നോക്കി തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോളെ, ഇത് ആരാണെന്ന് മനസ്സിലായോ മോളെ? ഇല്ല, മനസ്സിലായില്ല. അത് പിന്നെ ഒരു ഡീലറാണ് എന്ന് പറയാണ്. ആണോ? കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് എന്ന് അലീനയും മോളെ പറയാം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോൾ മനസ്സിൽ വിചാരിച്ചതുപോലെ അലീനയെ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ? അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് തകർന്നു പോകുമല്ലോ. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ ആകെ അവസ്ഥപ്പെട്ട് കിടക്കുകയായിരുന്നു. അറ്റാക്ക് വന്നൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കാനൊന്നും നമ്മുടെ ബാലേന്ദ്രന് കഴിയുന്നുമില്ല. അങ്ങനെ അലീനയോട് പറയണം, മോളെന്നാ ശരി അകത്തേക്ക് കയറി പോയിക്കോ എന്ന് പറയുക. ശരി അച്ഛാ. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അലീന അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ മകളെ കണ്ടപ്പോൾ ഇങ്ങനെ തുറിച്ച് തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് അലീനയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമേ എൻ്റെ അമ്മയെ എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ അമ്മയെ അതേപോലെ വാർത്ത് വെച്ചിരിക്കുകയാണ് അലീന. എൻ്റെ അമ്മയാ, എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ വന്ന് നിന്നതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അവൾ എൻ്റെ അമ്മ തന്നെയാണ്, എൻ്റെ അമ്മയുടെ അതേ ഫേസ്, എനിക്കൊരു സംശയമില്ല, അവൾ എൻ്റെ മകൾ തന്നെയാണ് എന്നൊക്കെ സ്റ്റാൻലി ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട ബാലചന്ദ്രനും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അലീനയെ കണ്ട് വിശ്വസിക്കേണ്ടി വന്നു അല്ലേ? പിന്നെ അല്ലാതെ നമുക്ക് നമ്മുടെ മകളെ കാണണ്ടേ? എന്നാലല്ലേ നമുക്കത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടു, എനിക്ക് ബോധ്യമായി എന്ന് പറയാം. എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് പറയണം എന്നെനിക്കറിയാൻ പാടാത്തൊരവസ്ഥ. നമുക്ക് ഏതെങ്കിലും പുറത്തോട്ട് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിനെയും അതേപോലെ തന്നെ ബാലേന്ദ്രനും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഒരുപാട് സംഗതികളെല്ലാം ഞാൻ ചെയ്ത് തീർക്കാനുണ്ടല്ലേ. എന്തെല്ലാം കഷ്ടപ്പാടുകളാ, എന്തെല്ലാം ഞാൻ നോക്കണം, ഏതെല്ലാം തരത്തിൽ ഞാൻ കഷ്ടപ്പെടണം, എന്തെല്ലാം അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അല്ല നിങ്ങൾ പറഞ്ഞോ സ്റ്റാൻലി, നിങ്ങൾക്കെന്താ നിങ്ങളുടെ മകളെ കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിൽ അവളത് ഇവിടെ തന്നെ നിർത്തും. എനിക്കവളെ തള്ളിക്കളയാനൊന്നും പറ്റിയൊന്നുമില്ല. അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് ഇത്രയും നാൾ ഇവിടെ നിന്നത്. അവൾക്കറിയില്ല അവളുടെ സ്വന്തം അച്ഛൻ ആരാണെന്ന്. പക്ഷേ ആദ്യമായിട്ട് അവൾ അച്ഛാന്ന് വിളിച്ചതേ അത് എന്നെ മാത്രം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 22 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളെ കാണുകയല്ലേ ഈ സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഞാൻ അത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളാണോ ബാലേന്ദ്ര? എനിക്ക് മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് കഴിയും, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളല്ല ഞാൻ. എൻ്റെ മകളെ കണ്ടു, അവളുടെ അവസ്ഥ ഞാൻ അറിഞ്ഞു. എനിക്ക് സന്തോഷമായി, വളരെയേറെ സന്തോഷമായി. എൻ്റെ മകള് അവളുടെ മുഖത്തുനിന്ന് എനിക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. അവളിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അവളെ കൊണ്ടുപോകാനായിട്ട് വരും എന്ന് സ്റ്റാൻലി പറയുക. അങ്ങനെ സ്റ്റാൻലി പറഞ്ഞിട്ട് വണ്ടി കയറി പോവുകയാണ്. ബാലചന്ദ്രൻ ആ ഒരൊറ്റ വാക്കിൽ ആകെ തകർന്നു തരിപ്പണമായൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അലീന പോകുമല്ലേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ ആകെ തകർന്നൊരവസ്ഥയിൽ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കണം അലീന, ആരാ അച്ഛാ, എന്താ അച്ഛാ, അച്ഛൻ എന്താ ഭയങ്കര സങ്കടം എന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും. ഇനി നമ്മുടെ അലീനയുടെ പടിയിറക്കുവാണ്. ബാലചന്ദ്രനെ വിട്ട് അലീന അങ്ങ് ദൂരെ സ്വന്തം അച്ഛൻ്റെ അരികിലേക്ക് പോകുന്ന സീനുകളാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അത് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗെയിൻ, ബൈ.